ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വദ്ധിതയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും നമ്മളുടെ ലക്ഷ്യങ്ങളെയും സ്വപ്നങ്ങളെയും ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളെയും നല്ലൊരു കുടുംബജീവിതത്തെ പറ്റിയും നല്ല വിദ്യാഭ്യാസം, നല്ല ജോലി ഇവയെ പറ്റിയുമെല്ലാം എപ്പോഴും ആലോചിക്കാറുണ്ടാകും, അല്ലെങ്കിൽ സ്വപ്നം കാണാറുണ്ടാകും അല്ലേ? എന്നാൽ സ്വപ്നം കണ്ടാൽ അല്ലെങ്കിൽ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. ജീവിതത്തിലെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ എത്ര പേർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സീരിയസ് ആയി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ഒരു പക്ഷേ 50% ആളുകൾക്ക് മാത്രമേ അവർ ആഗ്രഹിച്ചതെല്ലാം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവർ ജീവിതത്തിൽ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം വരട്ടെ, അല്ലെങ്കിൽ ഭാഗ്യം തുണയ്ക്കട്ടെ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. അതിനുവേണ്ടി ആത്മാർത്ഥമായി പലരും പ്രയത്നിക്കാറില്ല. ജീവിതത്തിലെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും എങ്ങനെ നേടിയെടുക്കാം, അതിനുള്ള 7 വഴികളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ ശ്രദ്ധാപൂർവം കാണണം. ആദ്യമായി നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങുക. അതായത് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴും കൊതിപ്പിക്കുന്ന ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങുക. നിങ്ങളുടെ വിജയത്തെയും നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങളെയും പറ്റി മനസ്സിൽ സങ്കല്പിക്കുക. ഇപ്രകാരം സ്വപ്നം കാണുമ്പോൾ അത് നിങ്ങൾക്ക് എഫോർഡബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ അതിന് അനുകൂലമാണോ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമോ എന്നെല്ലാം മനസ്സിൽ ആലോചിക്കണം. അടുത്തതായി നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യമുണ്ട്. അത് നേടിയെടുക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് മനസ്സിൽ ഉറച്ച തീരുമാനമെടുക്കണം. നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്ക് അതീതമാണെങ്കിൽ അതിനുവേണ്ടി വളരെയധികം എഫർട്ട് എടുത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരും എന്നും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് കഴിവും അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കണം എന്ന ഉറച്ച വിശ്വാസവും മനസ്സിലുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അടുത്തതായി നിങ്ങൾ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കണം. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, അതായത് ഓരോ വീക്കിലും ഓരോ മാസത്തിലും ഓരോ വർഷത്തിലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം അതിനായി ആവശ്യമുണ്ട് എന്ന് സിസ്റ്റമാറ്റിക് ആയി ഒരു പ്ലാൻ തയ്യാറാക്കി അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങണം. ഇപ്രകാരം ഒരു പ്ലാൻ ഉണ്ടാക്കി ഈ പ്ലാൻ നിങ്ങളുടെ അധ്യാപകരോടോ പേരൻസിനോടോ അല്ലെങ്കിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുള്ളവരോടോ ഡിസ്കസ് ചെയ്യുക. കാരണം അവർക്ക് നിങ്ങളുടെ കഴിവുകളെയും കുറവുകളെയും പറ്റി കൂടുതൽ അറിയാൻ സാധിക്കും. എന്തെങ്കിലും നിർദ്ദേശങ്ങളും അവരിൽ നിന്ന് സ്വീകരിക്കാവുന്നതാണ്. ഇപ്രകാരം ഡിസ്കസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻ ഫൈനലൈസ് ചെയ്ത ശേഷം അത് നേടിയെടുക്കാനായി പ്രവർത്തിക്കണം. നിങ്ങൾക്ക് ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. ക്രമേണ ചെയ്യേണ്ട കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. അല്ലെങ്കിൽ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ സ്ട്രെസ്ഡ് ആകും, എൻഷ്യസ് ആകും. ജീവിതത്തിലെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ എല്ലായ്പ്പോഴും നിങ്ങൾക്ക് മൾട്ടി ടാസ്കിംഗ് ചെയ്യേണ്ടി വരും. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടാൻ വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പലവിധ തടസ്സങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടി വരും. ചിലപ്പോൾ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആകും. അങ്ങനെയുള്ള സമയങ്ങളിൽ ക്ഷമയോടെ, നിങ്ങൾ മനഃശക്തിയോടെ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് തന്നെ പോകണം. അതായത് ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ പ്രിസർവൻസ് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ തയ്യാറാക്കിയ പ്ലാനിൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന് എല്ലാ ദിവസവും കുറച്ചു സമയമെങ്കിലും അതിനായി മാറ്റിവെച്ചാൽ ഉറപ്പായും വിജയത്തിലേക്കുള്ള പാത നിങ്ങളെ തേടിയെത്തും. ഇപ്രകാരം കഠിനാധ്വാനത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും ക്ഷമയോടെയും കൂടെ പ്രവർത്തിച്ച് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്താൽ ഉറപ്പായും നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം അല്ലെങ്കിൽ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അതായിരിക്കണം നിങ്ങളുടെ സ്വപ്നം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണിത്. ഈ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് എല്ലാവർക്കും അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ദയവായി എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.